സുഹൃത്തുക്കളെ, സിനിമാ വിവാദം കൊഴുക്കുന്ന ഒരു സമയമാണിത്. കേരള സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നും പണം മുടക്കി സിനിമാ നയരൂപീകരണത്തിനായി തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്തിട്ടുള്ള ഒരു സിനിമ കോൺക്ലേവ്. ആ കോൺക്ലേവിൽ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗമാണ് വിവാദമായിരിക്കുന്നത്. എന്നാൽ ഞാനിവിടെ ആ പ്രസംഗത്തെക്കുറിച്ചല്ല പറയുന്നത്. ആ പ്രസംഗാനന്തരം അടൂർ ഏഷ്യാനെറ്റിൽ നൽകിയിട്ടുള്ള ഒരു അഭിമുഖത്തിൽ ആ പ്രസംഗത്തിൽ പരാമർശത്തിനേക്കാൾ ഭീകരമായിട്ട് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. ഇപ്പോഴും എലിപ്പത്തായത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ് താൻ എന്നും, താൻ ഉൾപ്പെട്ട ഈ നമ്പൂരി മഠത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നും, തനിക്ക് മുഖാമുഖം നിൽക്കുന്ന എല്ലാവരും ആ ഒരു അപ്രമാദിത്വം, ആ ഒരു സവർണ മേധാവിത്വം അംഗീകരിച്ച് കൊള്ളണമെന്നും, അതുപോലെ തങ്ങൾക്കെല്ലാവരും വിധേയൻ ആയിക്കൊള്ളണമെന്നും ഇങ്ങനെ അനുശാസിക്കുന്ന ഒരു സംഭാഷണമാണ് ഈ ഒരു അഭിമുഖത്തിൽ ചോദ്യകർത്താവിനെ സംസാരിക്കാനോ ചോദ്യം ചോദിക്കാനോ അനുവദിക്കാത്ത വിധത്തിൽ അടിച്ചമർത്തിക്കൊണ്ട് അടൂർ പറഞ്ഞിട്ടുള്ളത്. അടൂർ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: എന്നെയും ഷാജിയെയും ഒക്കെ വിമർശിക്കുന്നു. ഷാജിക്കെതിരെയൊക്കെ വലിയ കംപ്ലൈൻ്റ് ആണ്, പിന്നെ കേസ് കൊടുക്കുകയും അങ്ങനെയൊക്കെ ആയിരുന്നു. വളരെ മോശപ്പെട്ട രീതിയിലാണ് ചെയ്യുന്നത്. രണ്ടുപേരും സവർണരാണ്. മറ്റൊരു ഏതെങ്കിലും അവർണ സംവിധായകരെ പറ്റി പരാമർശിച്ചിട്ടില്ല. എന്താണ് ഇവർ വിമർശനാതീതരാണോ? ഇവർ മേൽജാതിക്കാരാണ് എന്ന് വെച്ച് വിമർശിക്കരുത് എന്നുണ്ടോ? പിന്നീട് പറയുന്നത് പിന്നോക്ക ജാതിക്കാർക്ക് ഒരു 3 മാസമെങ്കിലും അവർ സിനിമ പഠിക്കണം, എന്നിട്ട് വന്നിട്ട് സിനിമ എടുക്കട്ടെ. അതിനവർക്ക് ഇത്ര വലിയ പണമൊന്നും കൊടുക്കരുത്, അവർക്ക് 1.5 കോടിയൊന്നും കൊടുക്കാൻ പാടില്ല, അവർക്ക് എന്തെങ്കിലും ഒരു 25,000 അല്ല 50,000 ഒക്കെ നക്കാപ്പിച്ച കൊടുത്ത് അവരെന്തെങ്കിലും കാണട്ടെ എന്ന് വരെ ആ പ്രസംഗത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് പ്രതിഷേധങ്ങൾ ശക്തമായി ഉയരാൻ കാരണം. അവിടെ വെച്ച് തന്നെ പ്രതിഷേധിച്ചതിനെക്കുറിച്ച് ഈ ഒരു അഭിമുഖത്തിൽ അടൂർ പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. KSFDCക്ക് കൃത്യമായ ബോധം വേണം. 3 മാസം കൊണ്ട് അവർ പഠിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് ഇന്നതൊക്കെയാണ് വിഷയങ്ങളെന്നെങ്കിലും മനസ്സിലാക്കും അവർക്ക്. ആ അഭിമുഖത്തിൽ പറയുന്നത് അവർക്ക് എന്തിനാണ് ഇങ്ങനെ പണം കൊടുക്കുന്നത്, അവർക്ക് ഞങ്ങൾക്കാവാം, പണമൊക്കെ ഞങ്ങൾക്ക് തന്നോളൂ എന്നൊരു ധ്വനിയുണ്ട്. അതിന് നേരെ കൊണ്ടുവന്ന് അവർക്ക് പണം കൊടുത്തിട്ട് പണം എടുപ്പിക്കുക എന്ന് പറയുന്നത് ശരിയായ രീതിയല്ല എന്ന് കൃത്യമായ ബോധത്തോടു കൂടി ഞാൻ പറയുന്നത്. അതായത് അവർ കൊള്ളില്ല, ഞങ്ങളാണ് കൊള്ളാവുന്നവർ. അവരിൽ നിന്ന് ഫിലിം മേക്കേഴ്സ് ഉണ്ടാകണം, അതിനുവേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് എൻ്റെ പ്രസംഗത്തിനിടെ എന്തോ പറഞ്ഞു, ധാരാളം എനിക്കറിയില്ല, ഈ സംഗതിയുമായി സിനിമയുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ, വഴിയെ പോകുന്നവർക്ക് കയറി വരാനുള്ള ചന്തയല്ല ഇത് എന്ന് പറയുന്നു അടൂർ. ഒരു പെൺകുട്ടി എണീച്ചിരുന്ന് എന്തോ പറഞ്ഞു, അവർ സിനിമയായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു സ്ത്രീയാണ്, ആരോ എനിക്കറിഞ്ഞൂടാ. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ചോദ്യം ചോദിച്ച പുഷ്പവതി എന്ന പ്രസിദ്ധ പിന്നണി ഗായിക സിനിമയുമായി ഒരു ബന്ധവുമില്ലാത്തവരാണ് എന്നുള്ള തെറ്റായ പരാമർശം. 2, ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് ചോദ്യം ചോദിക്കുന്നു. എന്താ, വെറും ഒരു പെൺകുട്ടിയാണെങ്കിൽ പോലും അവർക്ക് ചോദ്യം ചോദിക്കാൻ അവകാശമില്ലേ? രാജ്യത്ത് അതിനുള്ള സ്വാതന്ത്ര്യമില്ലേ എന്ന് മാത്രമല്ല, ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ററപ്റ്റ് ചെയ്തിട്ട് സംസാരിക്കാം, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദ്യം ചോദിക്കാൻ അവർക്ക് എന്താ അവകാശം? ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുക ഇന്ററപ്റ്റ് ചെയ്യാനായിട്ട് എന്താ അവകാശം നിങ്ങൾക്ക്? ആര് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒരു സമരത്തിൻ്റെ ഭാഗമായി, ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ചോദ്യം ചോദിക്കുക എന്നതോ ഒച്ച വെക്കുക എന്നതോ ഒക്കെ മലയാള സംസ്കാരത്തിൽ ധാരാളം ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ്. അതൊക്കെ സ്വാഭാവികമാണ്. എതിർപ്പുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ പറയും. സിനിമയായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു സ്ത്രീയാണ്, ആരോ എനിക്കറിഞ്ഞൂടാ. ഈ ഒരു ഗായികയെക്കുറിച്ച് അറിയില്ല എന്ന് പറയുന്നത് ഒന്നുകിൽ സിനിമയെക്കുറിച്ച് തീരെ അപ്ഡേഷൻ ഇല്ലാത്ത ആളാണ് താനെന്ന് അടൂർ സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ പ്രസിദ്ധയായ ഒരു ഗായിക അത് പിന്നോക്ക ജാതിക്കാരി ആയതുകൊണ്ട് അതങ്ങ് വിസ്മരിച്ച് കളയുക, അല്ലെങ്കിൽ അതങ്ങ് തേച്ച് മായ്ച്ച് കളയാൻ വേണ്ടി, ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു പരാമർശം നടത്തുക. എനിക്ക് അവരെ അറിയില്ല, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. നേരത്തെ മറ്റൊരാളെക്കുറിച്ചും ഇതുപോലെ വേറൊരു സവർണ ഗായകൻ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്, വേടനെക്കുറിച്ച്. വേടനെ ഞാൻ അറിയില്ല, എനിക്കറിയില്ല വേടൻ ആരാണെന്ന്, വേടൻ്റെ പാട്ടുകൾ ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗായകനും ഉണ്ടായിരുന്നല്ലോ കേരളത്തിൽ. അയാൾക്കിപ്പോൾ പാട്ടുകളൊന്നുമില്ല, പക്ഷേ ഇത്തരം ചില ഗിമ്മിക്കുകൾ മാത്രമാണുള്ളത്. പിന്നീട് പറയുന്നു അവർക്ക് ഇതിനെക്കുറിച്ച് എന്തറിയാം. അവർക്ക് അവർ എന്ന് പറഞ്ഞാൽ പിന്നോക്ക ജാതിക്കാർ, അവർ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് എന്തറിയാം? ഒന്നും അറിയില്ല. പിന്നെ അവർക്ക് ചോദ്യം ചോദിക്കാൻ എന്താണ് അവകാശം?
അവകാശമില്ല. അവകാശമൊക്കെ ഉള്ളത് ഞങ്ങൾക്കാണ്. അത് പഴയ കാലമാണ്. സ്വാതന്ത്ര്യം ലഭിച്ചു. അവർക്ക് ആരാണ് ഇതിന് അവകാശം കൊടുത്തത് എന്നും അടൂർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പഴയ അവകാശങ്ങളൊന്നും കൊടുക്കാത്ത പഴയ ഒരുമക്കത്തായ കാലഘട്ടമുണ്ടല്ലോ, അന്നത്തെ ജന്മി ബൂർഷ കാലഘട്ടമുണ്ടല്ലോ, അന്ന് താഴ്ന്ന ജാതിക്കാരെ അടിമകളാക്കി വെച്ചിരുന്ന, ചവിട്ടിത്താഴ്ത്തിരുന്ന, ഉപ്പ് എന്ന പദം പോലും ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിൽ അടിച്ചമർത്തിയിരുന്ന ആ കാലഘട്ടം, തീണ്ടലുണ്ടായിരുന്ന കാലഘട്ടം, വെളിപ്പാടകനെ നിൽക്കേണ്ടി വന്നിരുന്ന ആ കാലഘട്ടം, അവിടെ തന്നെയാണ് അടൂർ ജീവിക്കുന്നത് എന്ന് ഈ പ്രസംഗവും ഈ അഭിമുഖവും ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. അടൂർ ചോദിക്കുകയാണ്, ഹൗ ഷീ എംപവേർഡ് ഫോർ ദാറ്റ്? How are you empowered for that? എങ്ങനെ അവർ എന്നോട് ചോദ്യം ചോദിക്കാൻ ശാക്തീകരിക്കപ്പെട്ടു? അതായത് ഈ കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്ന് ദലിത് പിന്നോക്ക ജനവിഭാഗം ഞങ്ങളോട് ചോദ്യം ചോദിക്കാൻ എങ്ങനെയാണ് ഇവിടെ ശക്തി ആർജിച്ചത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾ അവിടെ പോയി പഴയ കാലഘട്ടത്തിൽ അവിടെ ജീവിച്ചുകൊള്ളൂ. ഞാൻ ഒരു വരുത്തനൊന്നും അല്ല. ഞാൻ വരുത്തനല്ല എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ വരത്തന്മാരാണ്. എന്തൊരു ദുരുദ്ദേശപരമായ വാക്കുകളാണ്. അടൂർ ഗോപാലകൃഷ്ണ പോലുള്ള പരിണതപ്രജ്ഞനാണ്, അങ്ങനത്തെ ഒരു സംവിധായകനാണ് എന്ന് ജനങ്ങൾ ഇക്കാലം വരെ അംഗീകരിച്ച് വന്നിരുന്ന, അല്ലെങ്കിൽ അലങ്കരിച്ച് വന്നിരുന്ന ഒരാൾക്ക് പറയാൻ കഴിയുന്നത് ഇവരുടെ ഒന്നും മനസ്സിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇവർ ഇത്തരം കുറേ സിനിമകൾ എടുത്ത് നമ്മളെയൊക്കെ പറ്റിക്കുകയായിരുന്നു എന്നാണ് അതിന് മനസ്സിലാക്കേണ്ടത്. ആരാണ് ഹൂയിഷി? ആരാണ് സ്ത്രീ? പിന്നണി ഗായികയെക്കുറിച്ച് എനിക്കറിയില്ല. എനിക്ക് ഒരാളെ അറിയുമെങ്കിൽ മാത്രമേ അവർ എന്തെങ്കിലും ഒരു ജോലിക്ക്, പ്രത്യേകിച്ച് സിനിമാ രംഗത്ത് അവരെന്തെങ്കിലും കൊള്ളുകയുള്ളൂ, ഞാൻ അംഗീകരിക്കുകയുള്ളൂ എന്നാണ് അടൂർ പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, ഷീ ഈസ് ആൻ അൺനോൺ ഐഡൻറ്റിറ്റി. എന്ന് വെച്ചാൽ എന്താണ്? അവർ അജ്ഞാതമായ ഐഡൻറ്റിറ്റി ഉള്ള, എന്ന് വെച്ചാൽ നാട്ടുകാർക്കൊക്കെ പരക്കെ അറിയപ്പെടുന്ന ഐഡൻറ്റിറ്റി അല്ല. എന്ന് വെച്ചാൽ പണ്ട് കാടുകളിലൊക്കെ ജീവിച്ചിരുന്ന ആദിവാസികളാവട്ടെ, ഈ കോളനികളിൽ ജീവിച്ചിരുന്ന ഹരിജൻ അല്ലെങ്കിൽ ദലിത് വിഭാഗത്തിൽപ്പെട്ടവരാവട്ടെ, അവരെ മുമ്പൊക്കെ പണ്ടൊക്കെ മുന്തിയ ജാതിക്കാർ വിളിച്ചിരുന്ന അതേ നീ ആരും അറിയാത്ത, അജ്ഞാതനായ, അപ്രശസ്തനായ, പരിഗണിക്കപ്പെടാൻ അർഹതയില്ലാത്ത ഒരാളാണ് എന്ന് പച്ചയായി പറയുകയാണ് ഈ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന സവർണ മേധാവി ചെയ്തിരിക്കുന്നത്. അടുത്ത സംസാരം അതിനേക്കാൾ ഭീകരമാണ്. ഈ അൺനോൺ ഐഡൻറ്റിറ്റിയിൽ ഉള്ള ആൾ എന്ത് അവകാശമാണ് ഇവിടെ വരാനുള്ളത്, ഈ വേദിയിൽ വരാനുള്ള, ഈ സദസ്സിൽ പങ്കെടുക്കാൻ? ഒരു വേദിയിലൊന്നും വന്നിട്ടില്ല, സദസ്സിൽ പങ്കെടുക്കാൻ എന്ത് അവകാശമാണ് അവർക്കുള്ളത് എന്ന് ചോദിക്കാനുള്ള ധൈര്യം പോലും ഈ 2025 അടൂർ ഗോപാലകൃഷ്ണൻ കാണിച്ചു. വഴിയെ പോകുന്ന ഏത് സ്ത്രീകൾക്കും കയറി വരാനുള്ള ചന്തയല്ല ഇത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എത്ര തന്നെ മുന്നോട്ട് വന്നിട്ടും, എത്ര തന്നെ സിനിമാ പിന്നണി ഗായകർ ആയിരുന്നാലും, അതിനേക്കാൾ മഹത്തായ നേട്ടങ്ങൾ ആർജിച്ചാലും നിങ്ങൾ ചന്തയിൽ പോകേണ്ട ആളുകളാണ്. നിങ്ങൾ ഇവിടെ കയറി വരേണ്ട ആളുകളല്ല എന്ന പഴയ ഭാഷ, പഴയ പ്രമാണി ഭാഷ, പഴയ ജന്മിത്ത ഭാഷ, ഭൂഷ ഭാഷ അതിവിടെ പ്രയോഗിക്കുകയാണ് അടൂർ ചെയ്തിട്ടുള്ളത്. വഴിയെ പോകുന്ന എല്ലാ സ്ത്രീകൾക്കും കയറി വർത്തമാനം പറയാനുള്ള സ്ഥലമാണ് എംക്ലേവ്. അത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കപ്പെടും. അധികാരം കൊടുത്തു എന്ന് മാത്രമല്ല, ആരാണ് അവർക്ക് മൈക്ക് കൊടുത്തത്? അടുത്ത ചോദ്യമാണ്. ആരാ അവർക്ക് മൈക്ക് കൊടുത്തെന്ന് ഞാൻ ചോദിച്ചു. തോന്നുന്ന സമയത്തെ ആരാണ് അവരും ആ പിന്നണി ഗായികയും ക്ഷണിച്ചിട്ടാണ് വന്നിട്ടുള്ളത്, മൈക്ക് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ്. അപ്പൊ ക്ഷണിച്ച് വന്ന ആളുകളെ അപമാനിച്ചു വിടുക എന്ന ഒരു നിഷ്ഠൂരമായ കൃത്യം കൂടിയാണ് ഇതിന് അടൂർ ഗോപാലകൃഷ്ണൻ ചെയ്തിട്ടുള്ളത്. കേസെടുക്കേണ്ടതാണ് അടൂരിനെതിരെ. ജയിൽ ശിക്ഷ അനുഭവിക്കാൻ മാത്രം വലിയ കുറ്റകൃത്യമാണ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ഇത്തരത്തിലുള്ള ആളുകൾക്കാവാം. നിങ്ങളൊരു പ്രശസ്തി നേടിയെടുത്താൽ മതി, നിങ്ങൾ മുന്തിയ ജനുസിൽപ്പെട്ട ആളായാൽ മതി, നിങ്ങൾക്കിതൊക്കെ ആവാം. അതല്ലാത്ത ആളുകൾക്ക് ഇതൊന്നും പാടില്ല എന്ന ഒരു സന്ദേശം കൂടി ഇതിൽ വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടൈഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യൂ.